എല്ലാവർക്കും നമസ്കാരം. പീനട്ട് ബട്ടർ അല്ലെങ്കിൽ നിലക്കടല വെണ്ണ ഇതിനെക്കുറിച്ച് കേട്ടിട്ടില്ലാത്തവർ കാണില്ല. വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണിത്. റിച്ച് പ്രോട്ടീനും വൈറ്റമിൻസും അതുപോലെ തന്നെ മഗ്നീഷ്യം, കോപ്പർ പോലുള്ള മിനറൽസും പിന്നെ ധാരാളം ജീവകങ്ങളും ഒക്കെ അടങ്ങിയൊരു ഫുഡ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു സ്പ്രെഡാണിത്. നമുക്ക് ബ്രെഡിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പാൻകേക്കിൻ്റെ കൂടെയൊക്കെ ഇത് ഉപയോഗിക്കാം. ഇത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കാറുമുണ്ട്. പക്ഷെ കടയിൽ നിന്ന് മേടിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇതിനകത്ത് എന്തൊക്കെ ചേർന്നിട്ടുണ്ടാകാം? പ്രിസർവേറ്റീവ്സ് ഉണ്ടാകും, കെമിക്കൽസ് ഉണ്ടാകും, റിഫൈൻഡ് ഓയിലായിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്, നമുക്ക് പരിചയമില്ലാത്ത മധുരം ചേർക്കുന്ന വസ്തുക്കൾ, സ്വീറ്റ്നേഴ്സ് എന്തെങ്കിലുമൊക്കെ ആയിരിക്കും ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് എത്രത്തോളം ഹെൽത്തി ആണെന്ന് നമുക്കറിയത്തില്ല. പക്ഷെ ഒന്ന് മനസ്സ് വെച്ചാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട്, അതായത് കൂടിപ്പോയ 5 മിനിറ്റ് നമുക്കിത് വീട്ടിലുണ്ടാക്കാം വളരെ ഹെൽത്തി ആയിട്ട്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമുക്ക് പെട്ടെന്ന് എങ്ങനെ പീനട്ട് ബട്ടർ ഉണ്ടാക്കാമെന്നാണ്. കാണാം. ഞാനിവിടെ 200 ഗ്രാം കടലയാണ് എടുത്തിരിക്കുന്നത്. തൊലി കളഞ്ഞതാണ്, അൺസോൾട്ടഡ് ആണ്. ഇത് നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കടല ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കി ചൂടാക്കി എടുക്കുക. നിങ്ങൾക്കിപ്പോൾ കിട്ടുന്നത് ഉപ്പിട്ട കടലയാണെങ്കിലും കുഴപ്പമില്ല, ചൂടാക്കി എടുത്താൽ മതി. പിന്നീട് ഉപ്പ് ചേർക്കാതിരുന്നാൽ മതി. ഇത് നല്ലപോലെ നിറം മാറുന്നത് വരെ ചൂടാക്കിയെടുക്കണം. കണ്ടിന്യൂസ് ഇളക്കിക്കൊണ്ടിരിക്കണം, കരിഞ്ഞു പോകരുത്. നന്നായി ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതിൻ്റെ നിറമൊക്കെ മാറി ഒരു ബ്രൗൺ കളറിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. അതിനുശേഷം 2 മിനിറ്റ് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. ഈ ചൂടൊക്കെ ഒന്ന് ആറട്ടെ. ചൂടൊന്ന് ചെറുതായിട്ട് ആറിക്കഴിയുമ്പോൾ ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് നമുക്കിത് ഒന്ന് പൊടിച്ചെടുക്കാം ആദ്യം തന്നെ. ഇപ്പം നമ്മുടെ മിക്സിയിലൊക്കെ വിപ്പ് അല്ലെങ്കിൽ പൾസ് എന്നും പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഒരു 4-5 തവണ പൾസ് ചെയ്താൽ മതി. ഇതൊന്ന് പൊടിഞ്ഞ് കിട്ടും. കണ്ടത് നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർക്കാം. ഞാൻ ചേർക്കുന്നത് ഇന്ദുപ്പാണ്. നിങ്ങളുടെ കടലയ്ക്ക് ഉപ്പുള്ളതാണെങ്കിൽ ചേർക്കണ്ട. ഒരു 3 ടീസ്പൂൺ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച്, കുട്ടികൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം, അല്ലെങ്കിൽ 2 അല്ലെങ്കിൽ 3 ടീസ്പൂൺ പഞ്ചസാര ചേർക്കുക. വീണ്ടും ഒന്നുകൂടി അടിക്കുക. ഒരു 15 സെക്കൻഡ് അടിച്ചതിന് ശേഷം തുറക്കുക. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് സ്ക്രേപ്പ് ചെയ്ത് വിടുക. നല്ലപോലെ പൊടിഞ്ഞിട്ടുണ്ട്. വീണ്ടും ഒരു 15 സെക്കൻഡ് നേരത്തേക്ക് അടിക്കുക. 15 സെക്കൻഡിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. ഇത് ഒരു ബട്ടറിലേക്ക് ആയിക്കൊണ്ടിരിക്കുകയാണ്, ആയിട്ടില്ല. സൈഡൊക്കെ ഒന്നുകൂടി ഇളക്കിയിട്ട് കൊടുത്തതിന് ശേഷം ഒരു 30 സെക്കൻഡ് നേരത്തേക്ക് കണ്ടിന്യൂസ് അടിക്കുക. 30 സെക്കൻഡിന് ശേഷം നമുക്ക് ഇത് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മുടെ കടല നല്ല ബട്ടർ ആയിക്കഴിഞ്ഞു. ഇതിലും കൂടുതൽ നേരം അടിക്കരുത്. ഇതിലും കൂടുതൽ നേരം നമ്മൾ മിക്സിയിൽ അടിച്ച് കഴിഞ്ഞാൽ ഇനി ഇതിൻ്റെ എണ്ണ ഇറങ്ങി വരാൻ തുടങ്ങും. നമുക്ക് ബട്ടറിന് പകരം ചിലപ്പോൾ ഓയിലായിരിക്കും കിട്ടുക. അതുകൊണ്ട് ഇത് മതി. നല്ലപോലെ ഇളക്കി പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്കാക്കി അടച്ചു വയ്ക്കാം. നമുക്ക് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ നല്ല ഹെൽത്തി ഫുഡാണ്. ഒരു പ്രിസർവേറ്റീവ്സോ കെമിക്കൽസോ ഒന്നും ചേർന്നിട്ടില്ല. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുക. നന്ദി.